ഇതല്ല, ഇതിനപ്പുറം ആരെന്നെ കുറിച്ച് പറഞ്ഞാലും ശിവൻ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ശിവൻ ആലോചിക്കുന്നുണ്ടാവും, ഒരു കാരണവുമില്ലാതെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന്. അതും ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ ഇത്തരം കാര്യങ്ങൾ. അതല്ല സർ, എനിക്കറിയാം. ശിവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അങ്ങനെ ചിന്തിക്കും. ശിവൻ എത്ര കാലത്തെ പരിചയമുണ്ട് എന്നെ. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ സ്വഭാവത്തെ വിലയിരുത്തിയാൽ മതി. ആളുകൾ എന്തൊക്കെ വേണേലും എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ. ഉള്ളവനെ കുറിച്ച് ആളുകൾ അപവാദം പറയൂ, ഇല്ലാത്തവനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് നേടാൻ? അല്ല, അയാൾ എന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞ്? അയ്യോ, എന്ത് പറ്റി സർ? ഒന്നുമില്ല, കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട്. സാർ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കണം. ആ ശിവൻ, സത്യമോ അസത്യമോ ആയിക്കൊള്ളട്ടെ, നടക്കാത്ത ഒരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു വർത്തമാനം ഉണ്ടായി. സത്യം എന്ത് തന്നെ ആയിരുന്നാലും ഇത് അധികം താമസിക്കാതെ തന്നെ നാട് മുഴുവൻ പാട്ടാവും. കാരണം അവരുടെ ഉദ്ദേശം നമ്മുടെ രണ്ടുപേരുടെയും മുഖത്ത് കരിവാരി തേക്കുക എന്നുള്ളതാണ്. ആ, ഞാൻ എൻ്റെ ഒരു തീരുമാനം പറയട്ടെ. തന്റെ സഹോദരി വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. താൻ ബോധം കെടുകയൊന്നും വേണ്ട, ഞാൻ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാ പറഞ്ഞത്. തനിക്ക് സമ്മതമാണോ എന്ന് അറിഞ്ഞാൽ മതി. സാർ, ആ, മാറ്റി കല്യാണം എന്നൊരു ഏർപ്പാടുണ്ട്. പകരം താൻ കയറി എന്റെ പെങ്ങളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാളായിരുന്നു. അവളുടെ വിവാഹം ഉറപ്പിച്ചു അടുത്ത ഞായറാഴ്ച ബോംബെയിൽ വെച്ച്. തനിക്ക് സമ്മതമാണെങ്കിൽ അന്ന് തന്നെ താൻ എന്റെ അളിയനാവും. എനിക്ക് 100 വട്ടം സമ്മതമാണ്. ആ, പിന്നെ ഒരു കാര്യം, ഇത് ഇപ്പോഴൊന്നും അവളോടും മറ്റാരോടും പറയരുത്. നമുക്ക് ചുറ്റും ശത്രുക്കളാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, എങ്കിൽ ഇപ്പൊ പൊക്കൂ. എല്ലാ ഏർപ്പാടും ചെയ്തതിന് ശേഷം ഞാൻ ശിവനെ വിവരം അറിയിക്കാം. ശരി സർ. ഓക്കെ. ഓരോ കുട്ട. അയ്യോ, ഇത് കുഞ്ഞുണ്ണി മാമയല്ലേ? എനിക്ക് കണ്ടിട്ട് മനസ്സിലായേ ഇല്ല. മോനെ, എന്താ മോനെ ഇത്? നീ ആളങ്ങ് മാറിപ്പോയല്ലോ. നിനക്ക് അവിടെ സുഖമാണോ മോനെ? അമ്മണി, ഇത് കണ്ടോ കലശമൊക്കെ ഇട്ടിരിക്കുന്ന? ഓ, ഇവിടുന്ന് പോയപ്പോ എങ്ങനെയിരുന്ന ചെറുക്കനാ. എനിക്കോ ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല, കുട്ടാന്ന് വിളിച്ചപ്പോഴാ മനസ്സിലായത്. ചേച്ചി എന്താ മിണ്ടാത്തത്? നിനക്കിപ്പോ ലീവാണോ? ആ, ലീവാ. നിനക്ക് എന്തു പറ്റി മോനെ? ഒന്നുമില്ല, ഒരു തലവേദന. ആ, അത് ബസ്സിൽ ഒരുപാട് നേരം ഇരുന്നിട്ടാ. നീ ചെന്ന് കൈകാലം മോൻ കഴിയിട്ടുവാ, ഊണ് കഴിക്കാം. ആ അമ്മേ, ചേട്ടൻ എവിടെ? വെളിയിൽ പോയിരിക്കുക, ഇപ്പൊ വരും. ബാബുട്ടാ, നോക്കുമ്പോ. എനിക്ക് കണ്ടിട്ട് വിശ്വാസം വരുന്നില്ല. എന്തൊരു വ്യത്യാസം. കുറച്ചുകൂടെ കഴിക്കും മോനെ. മതിയമ്മേ. അമ്മ മീനില്ലേ? അയ്യോ, ഈ മാമ മീൻ കൂട്ടുവോ? നീ തമാശ അറിയാണോ? നീ എല്ലാം കഴിക്കാൻ തുടങ്ങിയോ? എന്നാലും പട്ടണത്തിൽ ചെന്ന ആളുകൾ ഇങ്ങനെ മാറുമോ? ആ, മാറുമായിരിക്കും. വേണോ? എങ്ങനെ ഇരുന്ന ചെറുക്കനാ. ഈ വീട്ടിൽ മീൻ വെച്ചാ ആ ദിവസം ഊണ് കഴിക്കാത്തവനാ. ഇപ്പൊ കണ്ടില്ലേ? അമ്മേ, അവൻ വന്നെന്ന് തോന്നുന്നു. ചേച്ചി, ഇപ്പോഴെങ്ങനെ ചേട്ടൻ? ചേച്ചിയുമായിട്ട് ഒരു മാറ്റമില്ല.
ചേട്ടാ, നീ ഊണ് കഴിച്ചിട്ട് വാ. ആ. വായിരിക്കും. അമ്മ പറഞ്ഞു നീ ആകെപ്പാടെ മാറിയെന്ന്. നിന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? ഉം. വാ, നമുക്കൊന്ന് പുറത്തേക്കിറങ്ങാം. അവരുടെ മുന്നിൽ വെച്ച് ഇതൊന്നും നിന്നോട് ചോദിക്കരുതെന്ന് കരുതിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. മോനെ, നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ആദ്യത്തെ 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നിന്റെ പണത്തിന്റെ ആവശ്യം ഇരട്ടിച്ചു. എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്തു. എന്തിനാണെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. നീ ഒരുത്തനെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി. പട്ടണത്തിലെ മറ്റുള്ളവരെ കാണുമ്പോൾ നിന്റെ മനസ്സിൽ തോന്നുന്നത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്തായാലും ശരി, നീ നന്നായിട്ട് പഠിച്ചു കണ്ടാൽ മതി. നിനക്ക് എത്ര ദിവസത്തെ ലീവുണ്ട്? 2 ദിവസത്തെ. കൂടുതൽ നുണ പറയുന്നത് എന്തിനാ വന്നതെന്ന് എനിക്കറിയാം. ഈ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ആ കുട്ടിയുടെ പഠിപ്പ് നിർത്തിയ വിവരം എല്ലാവർക്കും അറിയാം, അമ്മയ്ക്കൊഴിച്ചു. ചേട്ടാ, അശ്വതി കേൾക്കണ്ട. നിന്റെ പ്രായം കഴിഞ്ഞ് വന്നവനാ ഞാനും. ഈ ചാപല്യങ്ങൾക്ക് എന്തുമാത്രം വിലയുണ്ടെന്ന് എനിക്കറിയാം. കഥകളിലൊക്കെ വായിക്കാൻ കൊള്ളാം, ജീവിതത്തിൽ അസാധ്യമാണ്. അവൾക്ക് ഇതൊക്കെ ഒരു തമാശയാണ്. നിന്നെ കുരം കളിപ്പിക്കാൻ വല്ലതൊക്കെ പറഞ്ഞാണ്. ചേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. പഠിത്തത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാമെങ്കിൽ മാത്രം ഇനി തിരിച്ചു പോയാൽ മതി. വളരെ ബുദ്ധിമുട്ടിയാണ് നിനക്ക് ഓരോ മാസം ഞാൻ പൈസ അയച്ചു തരുന്നത്. നിനക്ക് സൗകര്യമില്ലെങ്കിൽ നിർത്തിയേക്ക്. ഇവിടെ പാടത്ത് പണിക്ക് ആളുകൾ ആവശ്യമുള്ള സമയമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ മാല കോർക്കാൻ പോവാ. അതിന് പഠിത്തത്തിന്റെ ആവശ്യമില്ല. നീ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല? മോനെ, ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഇനി നീ കൂടെ മാത്രം ഞാനെന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നിന്നെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷകൾ നീ അസ്ഥാനത്താക്കരുത്. ഏതായാലും വന്നു. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. അമ്മണി, ഞാനാവുന്നത്ര ശ്രമിച്ചു നോക്കി. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. പിന്നെ അല്പം ലഹരി കൂടി ആയപ്പോ. അമ്മണി, എന്റെ പ്രായത്തിലുള്ള ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്നതേ ഞാനും ആഗ്രഹിച്ചുള്ളൂ. ഒരു ഭാര്യ, കുഞ്ഞ് തുടങ്ങിയ സങ്കല്പങ്ങൾ എനിക്കും ഉണ്ടാവില്ലേ? അതിനുള്ള അർഹത എനിക്കില്ലേ? ഇത്രയും നാൾ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്നെല്ലാം അന്ന് പുറത്തു വന്നു. 5 കൊല്ലം ജയിലിൽ കിടന്ന് മാനസികമായും ശാരീരികമായും ഒരുപാട് വേദന സഹിച്ചു. പിന്നെ ആകെ ഉണ്ടായിരുന്ന ആശ്വാസം ഈ സങ്കല്പങ്ങളായിരുന്നു. എല്ലാരും എന്നെ വെറുക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്തും പറഞ്ഞുകൊള്ളട്ടെ, എന്നും ധരിച്ചുകൊള്ളട്ടെ. നീ കൂടി എന്നെ അങ്ങനെ. ഇനി ഒന്നും പറയരുത് അമ്മണി. എന്റെ ദുഃഖങ്ങൾ ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോട് പറയും? അപ്പൊ ഞാനോ? ഞാനൊന്ന് കുടിച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും ഞാനിപ്പോ വീണ്ടും പറയുകയാണ്. അടുത്ത ബുധനാഴ്ച നിന്നെ വിളിച്ചുകൊണ്ട് പോവാൻ ഞാൻ വിളിച്ചാൽ നീ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനങ്ങനെ വിശ്വസിച്ചോട്ടെ? അമ്മണി, സ്വന്തം മകനെ ഒന്ന് തൊടാൻ, ആലോചിക്കാൻ, സമ്മതം ചോദിക്കേണ്ട ഗതികേടാണ് എനിക്കുള്ളത്. ഞാൻ അവനെ ഒന്ന് എടുത്തോട്ടെ? എത്ര കാലമായി ഞാൻ ഈ ആഗ്രഹം മനസ്സിൽ ഒതുക്കി പിടിച്ച് കഴിയുന്നു. എന്നെ ഒന്ന് അനുവദിക്കൂ? മോനെ ചെല്ല്. വാ മോനെ. അമ്മ ഇതാരാ? ചെല്ല്.
മിണ്ടാത്തത്? ആരാ? എന്റെ പേര് കുഞ്ഞുണ്ണി. അശ്വതി ഒന്ന് കാണണം. ഓ, ഇപ്പൊ മനസ്സിലായി. വാ ഇരിക്കെ. ഇരിക്കുന്നേ. ഞാൻ കാണാനിരിക്കുവായിരുന്നു. അശ്വതി എന്നോട് എല്ലാം പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ അല്പം വിഷമം തോന്നി. പഠിത്തം കഴിഞ്ഞിട്ട് പോരെ എന്ന് വിചാരിച്ചു. എന്ത് ചെയ്യാനാ, അവക്കൊരേ നിർബന്ധം കല്യാണം ഉടനെ കഴിക്കണമെന്ന്. സാർ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. 2 ദിവസം കഴിയുമ്പോ എല്ലാം മനസ്സിലാവും. അശ്വതി എവിടെ? എനിക്ക് അശ്വതി ഒന്ന് കാണണം. എന്തിനാ? എണീക്കടാ. ഇനി മേലാൽ അവളെ കാണണമെന്ന് പറഞ്ഞ് ഈ പടി കടന്നിട്ടുണ്ടെങ്കിൽ എരപ്പാടി, നിനക്ക് അശ്വതിയെ തന്നെ സ്നേഹിക്കണം അല്ലടാ. കിടക്കടാ പുറത്ത്. മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ. സൂക്ഷിച്ച് സംസാരിച്ചില്ല നീ എന്ത് ചെയ്യും ഇവിടെ? പിടിച്ചു പുറത്താക്കണേ. ഒരു കാര്യം ഓർമ്മ വെച്ചോ, ഞാൻ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവനാ. തന്റെ ഊച്ചാളി പീസ് എന്നെടുത്ത് വേണ്ട. അശ്വതി എന്നെ സ്നേഹിച്ച് സത്യമാണെങ്കിൽ ഞാൻ അവളുടെ കഴിച്ച് താലി കിട്ടും. അശ്വതി എന്നെ സ്നേഹിച്ച് സത്യമാണെങ്കിൽ കുഞ്ഞുണ്ണി, 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 മിണ്ടിപ്പോവരുത്. അവസാനമായിട്ട് ഞാൻ പറയുക, എന്നെക്കാളും വലുതല്ല എനിക്ക് ഏത് ബന്ധവും സ്വന്തവും. ഇനി നീ അവന്റെ പേരൂടെ പറഞ്ഞാൽ, എന്തെങ്കിലും ബഹളമുണ്ടാക്കിയാൽ ഇങ്ങനെ ഒരു അനിയത്തി ഇല്ല എന്ന് ഞാൻ കരുതും. പറയും, ഞാൻ പറയും. കുഞ്ഞുണ്ണി അല്ലാതെ ഞാൻ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. നീ കഴിക്കുമല്ലേ? ഇവിടെ ഞാൻ പറയുന്നത് നടക്കും. ഞാൻ പറയുന്നത് നീ കേൾക്കും, നിന്നെ ഞാൻ അനുസരിപ്പിക്കും. ഞാൻ നിശ്ചയിക്കുന്നവനെ നീ കല്യാണം കഴിക്കും. ഇന്ന് വൈകിട്ട് ബോംബെക്ക് പോവുകയാണ്. കരയാനുള്ളതെല്ലാം ഇവിടെ വെച്ച് കരഞ്ഞു തീർത്തു. അവിടെ വന്നിട്ട് എന്തെങ്കിലും ഇല്ല, ഞാൻ വരില്ല. ഓടി. ഹലോ, ശിവനല്ലേ? ഇത് ഞാനാ. ബോംബെക്ക് പോകാനുള്ള ഏർപ്പാടുകളെല്ലാം ശരിയായി. ഇന്ന് വൈകിട്ട് തന്നെ പോകണം. താനും പത്മവും റെഡി ആയിരിക്കണം. ഓക്കെ? ശരി ശരി. അവളോട് എന്താ അഭിപ്രായം ചോദിക്കാൻ? അതെല്ലാം ഞാൻ പറഞ്ഞ് ശരിയായിക്കൊള്ളാം. എന്തൊക്കെയായാലും പത്മത്തിന്റെ കഴുത്തി താലി കെട്ടുന്നത് സാറ് തന്നെ ആയിരിക്കും. എന്താ പോരെ? ഓക്കെ. അയ്യോ, എന്റെ മോളെ ഞാൻ എന്ത് ചെയ്യാനാ? ചേട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും. മോളെ എന്താ ഈ കാണിക്കണേ? അയ്യോ, കഥ തുറന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ താഴോട്ട് ചാടും. വേണ്ട മോളെ, ചാടല്ലേ ചാടല്ലേ, ഞാൻ തുറന്നു തരാം. എന്താ വരുന്നു? ഇയാളിത് എവിടെ കൊണ്ടുപോയി? കള്ളും കുടിച്ചു ചാടിപ്പോയി ബാക്കിയുള്ള ജയിലിൽ പോണേ.
സാറ് വരുമ്പോ ഞാൻ എന്ത് പറയും? എന്റെ മോളെ അയാൾ എന്നെ കൊല്ലും. ഒന്നും സംഭവിക്കില്ല തോമസ് ചേട്ടാ.